പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോകചരിത്രത്തിലെ വിപ്ലവങ്ങളിലേക്ക് കിടക്കുക. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ലോകത്ത് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായത് എന്തായിരുന്നു? AD 8-9 നൂറ്റാണ്ടുകളിൽ പ്രചരിക്കപ്പെട്ട വിദ്യാഭ്യാസം അഥവാ കരോലിൻജയൻ നവോത്ഥാനം യൂറോപ്പിലെ സാധാരണ ജനങ്ങൾക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ കാരണമായി. അങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ അടിമത്ത സമ്പ്രദായത്തെയും സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗത്തിന്റെയും പ്രഭുക്കന്മാരുടെയും ചെയ്തികളെ ജനങ്ങളെ ചോദ്യം ചെയ്തു. ആ ഒരു സമ്പ്രദായമാണ് 15-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട നവോത്ഥാന പ്രസ്ഥാനം. 16-ാം നൂറ്റാണ്ടായപ്പോൾ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഫലമായി റോം ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന റോമൻ കത്തോലിക്ക ക്രിസ്തുമതത്തിലെ പുരോഹിതന്മാർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നതും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പ്രഭുക്കന്മാരെ സഹായിക്കുകയും ചെയ്ത പുരോഹിത പ്രഭുക്കന്മാർക്കെതിരെ ചോദ്യമുണ്ടായി. കത്തോലിക്ക ക്രിസ്തുമതത്തിലെ പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതറാണ് സാധാരണക്കാരുടെ ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയും സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ആദ്യമായി വാദമുന്നയിച്ചുകൊണ്ട് കത്തോലിക്ക ക്രിസ്തുമതത്തെ വിമർശിക്കുക. അങ്ങനെ മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ തുടക്കം കുറിച്ച മതനവീകരണ പ്രസ്ഥാനമാണ് പിൽക്കാലത്ത് യൂറോപ്പിലാകമാനം വളർന്നു പന്തലിച്ച പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗത്തിന് ആധാരമായത്. അങ്ങനെ യൂറോപ്പിലാകമാനം വ്യാപിച്ചപ്പോൾ അത് ഇംഗ്ലണ്ടിലും വ്യാപിക്കപ്പെട്ടു. ഇംഗ്ലണ്ടില് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗം പ്രചരിക്കപ്പെട്ടു. ആ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗത്തിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിൽ തുടക്കം കുറിക്കപ്പെട്ട പ്രത്യേക ക്രിസ്തുമത വിഭാഗമാണ് ആംഗ്ലിക്കൻ സഭ എന്ന പേരിൽ അറിയപ്പെടുക. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗക്കാർ ആരെയാണ് ചോദ്യം ചെയ്തത്? സമ്പന്നരായ പ്രഭുക്കന്മാരെ ചോദ്യം ചെയ്തു. എന്തിനു വേണ്ടി? സാധാരണ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ എപ്പോഴും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗം ആഹ്വാനം ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ഫ്യൂഡലിസത്തെ ചോദ്യം ചെയ്ത ലോക ചരിത്രത്തിലെ ആദ്യ പ്രധാന സമരമായിരുന്നു അഥവാ വിപ്ലവമായിരുന്നു ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. നമുക്ക് ആരംഭിക്കാം. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. നമുക്കറിയാം, ഇംഗ്ലണ്ടില് ലോകത്താകമാനം ഇന്ന് നിലവിലുള്ള പൗരാവകാശം അഥവാ ഒരു രാജ്യത്തെ പൗരന്റെ അടിസ്ഥാന അവകാശങ്ങൾ എന്ന ചിന്താഗതി ഉരുത്തിരിയുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു. അതാണ് നമ്മൾ ആദ്യം പഠിക്കുക മാഗ്ന കാർട്ട എന്ന ഉടമ്പടി. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ലാറ്റിൻ വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം പൗരാവകാശം എന്നതാണ്. ഈ മാഗ്ന കാർട്ട എന്ന ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1215 ഇംഗ്ലണ്ടിലെ റണ്ണിമീഡ് എന്ന സ്ഥലത്ത് അപ്പോഴത്തെ ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരിയായ ജോൺ രണ്ടാമനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധപൂർവം ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ ഉടമ്പടി എന്ന് വിളിക്കാറുണ്ട്. നിങ്ങൾക്കിത് അറിയാം എങ്കിലും. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ ഉടമ്പടി എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഉടമ്പടിയാണ്, അല്ലെ? ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഉടമ്പടിയാണ്. കാരണം ബ്രിട്ടീഷ് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഈ 1215 ജൂൺ 15 റണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ച് ഒപ്പുവെച്ച മാഗ്ന കാർട്ട ഉടമ്പടിയിലെ പൗര അവകാശങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. പിൽക്കാലത്ത് ഒത്തിരി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയപ്പോഴും അടിസ്ഥാന പ്രമാണമായ പൗരാവകാശത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ വ്യതിചലിച്ചില്ല എന്നത് യാഥാർത്ഥ്യം. അപ്പോ ബ്രിട്ടീഷ് പാർലമെന്റിന് അധികാരം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മാഗ്ന കാർട്ട ഉടമ്പടിയിൽ പറയുന്ന പൗരാവകാശം ജനങ്ങൾക്ക് ലഭ്യമായത് കേട്ടോ. അതുവരെ രാജാവിന്റെ ഏകാധിപത്യ ഭരണമായിരുന്നു. പലപ്പോഴും ഈ ജനങ്ങളുടെ പൗരാവകാശം മാഗ്ന കാർട്ട എന്ന ഉടമ്പടിയിലെ കാര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടു എന്ന് കണക്കാക്കേണ്ടി വരും. ആ തിരസ്കരണമാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിലേക്ക് നയിക്കുക. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്ന കാർട്ട എന്ന ഉടമ്പടിയാണ്. ലോകത്ത് തന്നെ പൗരാവകാശങ്ങളുടെ ആദ്യത്തെ ആധികാരിക രേഖ അതാണ് മാഗ്ന കാർട്ട എന്ന ഉടമ്പടി. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത്
നമ്മൾ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ പൗരന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉടമ്പടികൾ ഒപ്പുവെക്കുമ്പോൾ നമ്മളതിനെ മാഗ്ന കാർട്ട എന്ന് വിളിക്കാറുണ്ട്. തിരുവിതാംകൂറിലെ കർഷകരുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഒരു വിളംബരമായിരുന്നു 1865 എന്താണ് പണ്ടാരപ്പാട്ട് വിളംബരം. ആ പണ്ടാരപ്പാട്ട് വിളംബരത്തെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട അഥവാ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന അർത്ഥത്തിൽ വിളിച്ചു, അല്ലെ? വീണ്ടും നമ്മൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് 1936 തിരുവിതാംകൂറിൽ പുറപ്പെടുവിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാ ജനവിഭാഗങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും ആരാധന നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു. ഏത് നാട്ടുരാജ്യത്ത്? തിരുവിതാംകൂറിൽ. അതുകൊണ്ട് തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന ഉടമ്പടി അറിയപ്പെടുന്നത് എന്തായിരുന്നു? നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമായിരുന്നു. നമ്മളിനി ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലേക്ക് പോകാം. 1854 ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്ത് നിയമിക്കപ്പെട്ട വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനാണ് പ്രാഥമിക തലം മുതൽ സർവകലാശാല തലം വരെയുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. സർവകലാശാലകൾ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചതും വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അതേപടി ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപ് നിർദ്ദേശിച്ചതായിരുന്നു വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ആ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ പൗരന്മാരുടെ അവകാശങ്ങൾ അടങ്ങുന്ന ആധികാരിക ആദ്യത്തെ രേഖയാണെന്ത്? മാഗ്ന കാർട്ട ഉടമ്പടി. ജനഹിതം അനുസരിച്ചാണ് ഇവിടെ ഈ അവകാശങ്ങൾ നൽകിയിരിക്കുന്നത്, ജനഹിതം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് അഥവാ മൈൽ സ്റ്റോൺ എന്ന് വിളിക്കാറുണ്ട്. ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ലെന്നോ മൈൽ സ്റ്റോൺ എന്നോ അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട എന്ന ഉടമ്പടിയാണ്. ഓക്കെ അല്ലെ? അപ്പൊ സിമ്പിളാണ്. നമ്മുടെ മാഗ്ന കാർട്ട ഉടമ്പടി എല്ലാവർക്കും അറിയാം. എങ്കിലും അവിടെ അതിന്റെ വിശേഷണങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഒരു വ്യക്തി അന്യായമായി തടവിലാകുന്നതിനെ തടയുന്ന നിയമമാണ് ഹേബിയസ് കോർപ്പസ്, അല്ലെ? നമുക്കറിയാം ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ 32ാമത്തെ വകുപ്പ് പ്രകാരം. ആ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് ആദ്യമായി പരാമർശമുള്ള ഉടമ്പടി എന്ന് പറയുന്നത് മാഗ്ന കാർട്ട ഉടമ്പടിയാണ്. ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ളത് ഏത് നിയമത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഉടമ്പടിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്ന കാർട്ട ഉടമ്പടി. സെറ്റാണ്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്തുറപ്പിക്കാം. മാഗ്ന കാർട്ട ഉടമ്പടി സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ ഉടമ്പടി എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. പൗരാവകാശങ്ങളുടെ ആദ്യത്തെ ആധികാരിക രേഖയാണ് മാഗ്ന കാർട്ട എന്ന ഉടമ്പടി. ആധുനിക ജനാധിപത്യത്തിന്റെ അണിക്കല്ലെന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഉടമ്പടി തന്നെ. ബ്രിട്ടീഷ് രാജാവായ ജോൺ രണ്ടാമനെ കൊണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ നിർബന്ധപൂർവം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു മാഗ്ന കാർട്ട. 1215 ജൂൺ 15 റണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ച് ഹേബിയസ് കോർപ്പസ് എന്ന പൗരന്റെ ജീവനെ സംരക്ഷിക്കുന്ന നിയമം ആദ്യമായി പരാമർശമുള്ളത്, ആദ്യമായി ഉപയോഗിച്ചത് ഈ മാഗ്ന കാർട്ട എന്ന ഉടമ്പടിയിലായിരുന്നു. ഓക്കെ അല്ലെ? സെറ്റാണ്. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് ഇംഗ്ലണ്ടില് ഉള്ള നിയമ സംവിധാനം എന്ന് പറയുന്നത് അലിഖിത ഭരണഘടനയാണ്. അലിഖിത ഭരണഘടന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക നിയമം പാസ്സാക്കുന്നു. ലിഖിത ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാന നിയമാവലി ഉണ്ടാവും. ആ അടിസ്ഥാന നിയമാവലി ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമായ രാജ്യങ്ങളാണ് അമേരിക്ക, ഇന്ത്യയൊക്കെ. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി വേണം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അലിഖിത ഭരണഘടനയാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ആവശ്യം വരുമ്പോൾ പുതിയൊരു നിയമം പാസ്സാക്കുന്നു. പഴയ നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നില്ല, പുതിയ നിയമം പാസ്സാക്കുകയാണ് ചെയ്യുക. അപ്പൊ മാഗ്ന കാർട്ട എന്ന ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1215 ജൂൺ 15 തീയതിയാണ്. കാലാന്തരത്തിൽ പൗരാവകാശം കൂടുതലായിട്ട് വേണമെന്ന് തോന്നിയപ്പോൾ അവര് പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കാൻ തുടങ്ങി. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പുതുതായി നിയമങ്ങൾ പാസ്സാക്കുകയാണ് ചെയ്യുക. ഓക്കെ അല്ലെ? സെറ്റാണേ. ഇനി അടുത്ത നമ്മൾ പറയുന്നു ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ ചരിത്രം. ബ്രിട്ടനിലെ ആദ്യകാല രാജവംശം അറിയപ്പെടുന്നത് ട്യൂഡർ രാജവംശം എന്നാണ്. രാജാവാണ് പരമാധികാരി. അല്ലെങ്കിൽ ബ്രിട്ടനിൽ ആദ്യകാലത്ത് ഒരു ഏകാധിപത്യ ഭരണമാണ് നിലനിന്നത് എന്ന് പറയാം. പ്രധാനപ്പെട്ട 2 രാജവംശങ്ങളുണ്ട്. ഒരുപാട് രാജവംശങ്ങളുണ്ട് കേട്ടോ.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് രാജവംശങ്ങളുണ്ട്. ഒന്ന് ട്യൂഡറും, രണ്ട് സ്റ്റുവർട്ടും. ഇതിൽ ട്യൂഡർ രാജവംശം ദൈവഭക്തിയുള്ളവരായിരുന്നു. ദൈവഭക്തിയുള്ളവരെന്ന് പറയുമ്പോൾ തങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം തങ്ങളെ ശിക്ഷിക്കുമെന്നും അതുകൊണ്ട് തങ്ങളുടെ മേൽ അവരോധിക്കപ്പെട്ടിട്ടുള്ള രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് വിശ്വസിച്ചു വരുന്നവരായിരുന്നു ആര്? ട്യൂഡർ രാജവംശം. എന്നാൽ ട്യൂഡർ രാജവംശത്തിന് ശേഷം അധികാരത്തിൽ വന്നത് സ്റ്റുവർട്ട് രാജവംശമായിരുന്നു. ഈ സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാഴ്ചപ്പാട് രാജ്യാധികാരം ദൈവം നൽകിയതാണ്. ആ നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് യുക്തമെന്ന് തോന്നുന്ന എന്തും ചെയ്യുവാൻ ദൈവം തന്നെ അനുവദിച്ചിരിക്കുന്നു. തനിക്ക് യുക്തമെന്ന് തോന്നുന്ന എന്തും ചെയ്യുവാൻ ദൈവം തന്നെ അനുവദിച്ചിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് ആർക്കുണ്ടായിരുന്നത്? സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാക്കന്മാർക്കുണ്ടായിരുന്നത്. അവർക്ക് ദൈവത്തോട് പേടിയില്ല. ദൈവം അവരെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് തന്നെ അവര് മെച്ചപ്പെട്ടവരാണ്. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ദൈവം അത് അംഗീകരിക്കുമെന്ന ചിന്താഗതി. അതുകൊണ്ട് തന്നെ ട്യൂഡർ രാജവംശം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ സ്റ്റുവർട്ട് രാജവംശം വ്യക്തി കേന്ദ്രീകൃതമായി ഏകാധിപത്യ ഭരണത്തിലേക്ക് ചുവടുവെച്ചു. അത് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധമുണ്ടാക്കി. രാജഭരണത്തിന് അറുതി വരുത്തുവാൻ കാരണമായി മാറുകയും ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യകാല രാജവംശം, ട്യൂഡർ രാജവംശം എന്ന് പറഞ്ഞു. രാജാവിന്റെ കീഴില് ജനങ്ങളുടെ പ്രതിനിധികളായി ട്യൂഡർ രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു? ചെറിയ പാർലമെന്റ് സമ്പ്രദായം ആരംഭിച്ചിരുന്നു. അത് നമ്മൾ അടുത്ത് പറയുക. ഇംഗ്ലണ്ടില് പാർലമെന്റിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്ന ഗ്രേറ്റ് കൗൺസിൽസ് സ്ഥാപിച്ചത് ഹെൻറി മൂന്നാമൻ രാജാവായിരുന്നു. ആരാണ്? ഹെൻറി മൂന്നാമൻ രാജാവ്. ആദ്യത്തെ പരമാധികാര അല്ലെങ്കിൽ ദേശീയ ട്യൂഡർ രാജാവെന്ന് കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഹെൻറി ഏഴാമനെയാണ്. കാരണം അദ്ദേഹമാണ് ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനത്തിൽ താനാണ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരി എന്ന് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ആംഗ്ലിക്കൻ വംശജരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ എന്ന ഒരു സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? വില്യം ഒന്നാമനായിരുന്നു. വില്യം ഒന്നാമന്റെ കാലഘട്ടം വരെ ഇംഗ്ലണ്ടില് ഒരുപാട് രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളൊക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ആ ഫുട്ബോൾ ക്ലബ്ബുകളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാൻകസ്റ്റർ, യോർക്കർഷെയർ തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ പണ്ട് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന പല നാട്ടുരാജ്യങ്ങളുമായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ സാമ്രാജ്യമാക്കി മാറ്റുന്നത് ആരായിരുന്നു? വില്യം ഒന്നാമനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യത്തെ ദേശീയ ഭരണാധികാരി എന്ന് വിളിക്കുക. ഓക്കെ, ട്യൂഡർ വംശജനാണ് നമ്മുടെ ഹെൻറി മൂന്നാമനെങ്കിലും താൻ ട്യൂഡർ രാജവംശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഭരണാധികാരി ആണ് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ഹെൻറി ഏഴാമനായതുകൊണ്ട് ട്യൂഡർ രാജാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഹെൻറി ഏഴാമനെയാണ്. ഓക്കെ, അപ്പോ ബ്രിട്ടനിലെ ആദ്യകാല രാജവംശം ട്യൂഡറാണ്. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്ന ഗ്രേറ്റ് കൗൺസിൽ സ്ഥാപിച്ചത് ആരായിരുന്നു? ഹെൻറി മൂന്നാമനായിരുന്നു. താൻ ട്യൂഡർ വംശത്തിന്റെ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ച വ്യക്തിത്വമാണ് ഹെൻറി ഏഴാമൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യത്തെ ട്യൂഡർ രാജാവ് എന്ന് വിളിക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഹെൻറി മൂന്നാമനും ട്യൂഡർ ഭരണാധികാരി തന്നെ. ട്യൂഡർ സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ രാജാവെന്ന് മാത്രമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. താൻ ട്യൂഡർ വംശജനായ രാജാവ് എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഓക്കെ, ഇവിടെ ആദ്യ ട്യൂഡർ രാജാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഹെൻറി ഏഴാമനായിരുന്നു. ആദ്യത്തെ ദേശീയ ഭരണാധികാരി, അതായത് ഇംഗ്ലണ്ടിലെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യമാക്കി മാറ്റിയത് ആരായിരുന്നു? വില്യം ഒന്നാമന്. 1534 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപവൽക്കരിച്ചത് ഹെൻറി എട്ടാമനാണ്. ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനായി പറഞ്ഞിരുന്നു, 16-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി യൂറോപ്പിലാകമാനം എന്ത് വ്യാപിച്ചു? പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗം ആരംഭിച്ചു. കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസത്തിനെതിരായി. കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസത്തിലെ പുരോഹിതന്മാരുടെ ചെയ്തികൾക്കെതിരെ. അങ്ങനെ ഇംഗ്ലണ്ടിൽ
മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ഹെൻറി എട്ടാമനാണെന്ന് അവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ, അല്ലെ? ആ ഹെൻറി എട്ടാമൻ തന്നെ എന്ത് ചെയ്തു? ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവനായി ചുമതലയേൽക്കുകയും ചെയ്തു. അപ്പൊ 1534 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപവൽക്കരിച്ചതും അതിന്റെ തലവനായി അവരോധിക്കപ്പെട്ടതും ഹെൻറി എട്ടാമനാണ്. ആ ഹെൻറി എട്ടാമന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ അനുയായികളാണ് പിൽക്കാലത്ത് ആംഗ്ലിക്കൻ സമുദായം എന്നറിയപ്പെടുന്നത്. ആംഗ്ലിക്കാനിസത്തിന് നേതൃത്വം നൽകിയത് ഹെൻറി എട്ടാമനായിരുന്നു. ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് പിന്നീട് എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്ത് ആംഗ്ലിക്കൻ സഭ എന്ന് പേര് മാറ്റുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് 1534 രൂപവൽക്കരിച്ചത് ഹെൻറി എട്ടാമനാണ്. തുടർന്ന് ഹെൻറി എട്ടാമൻ തന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരിയായി സ്ഥാനമേറ്റെടുത്തു. തുടർന്ന് അധികാരത്തിൽ വരുന്ന എലിസബത്ത് രാജ്ഞി ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നതിന് എന്തെന്ന് പേര് മാറ്റി? ആംഗ്ലിക്കൻ സഭ എന്ന് പേര് മാറ്റി. ആംഗ്ലിക്കൻ സഭ എന്ന് പേര് മാറ്റി. എന്നിട്ട് ഒരു കാര്യം കൂടെ പ്രഖ്യാപിച്ചു. എന്ത് പറഞ്ഞു? ആംഗ്ലിക്കൻ സഭാ വിശ്വാസികളായവർക്ക് മാത്രമേ ഇംഗ്ലണ്ടിൽ രാജാധികാരം നൽകുകയുള്ളൂ. ആംഗ്ലിക്കൻ സഭയിൽ അംഗമായവർക്ക് മാത്രമേ ഇംഗ്ലണ്ടിൽ രാജാധികാരം നൽകുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. അത് ചരിത്രമാണ്. സെറ്റാണ്. നോക്കാം. ഇംഗ്ലണ്ടിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടമാണ്. ലോക ചരിത്രത്തിലെ കന്യകാ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാ? എലിസബത്ത് ഒന്നിനെ. ട്യൂഡർ വംശത്തിലെ ഭരണാധികാരി തന്നെയാണ് എലിസബത്ത് ഒന്ന്. ട്യൂഡർ വംശത്തിലെ അവസാന ഭരണാധികാരിയായിട്ടാണ് എലിസബത്ത് ഒന്നിനെ കണക്കാക്കുക. ഈ എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടത്താണടാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഡിസംബർ 31 രൂപം നൽകുന്നത് കേട്ടോ. അപ്പൊ ഓർമ്മിക്കുക, 1600 ഡിസംബർ 31 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് എലിസബത്ത് ഒന്നായിരുന്നു. ആ എലിസബത്ത് ഒന്ന് കാരണമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉൾപ്പെടെയുള്ള പല സ്വതന്ത്ര കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ബ്രിട്ടന്റെ കോളനിവൽക്കരണം വ്യാപിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ബ്രിട്ടൻ സാമ്പത്തികമായി വളരാൻ ഏറെ കാരണക്കാരിയായത് ആരാണ്? എലിസബത്ത് ഒന്നാണ്. അതുകൊണ്ടാണ് എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോക ചരിത്രത്തില് എന്തെന്ന് വിളിക്കുക? ഇംഗ്ലണ്ടിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുക. കൂടാതെ ലോക ചരിത്രത്തിലെ കന്യകാ റാണി എന്നറിയപ്പെടുന്നതും എലിസബത്ത് ഒന്നാണ്. ലോക ഭരണാധികാരികളില് അതീവ സുന്ദരിയാണ് എലിസബത്ത് ഒന്ന് എന്ന അർത്ഥത്തിലാണ് കന്യകാ റാണി എന്നവരെ വിശേഷിപ്പിക്കുക. അവസാനത്തെ ട്യൂഡർ ഭരണാധികാരിയും ആര് തന്നെ? എലിസബത്ത് ഒന്ന് തന്നെ. എലിസബത്ത് ഒന്നാണ് എന്ത് സ്ഥാപിക്കുന്നത്? ആംഗ്ലിക്കൻ സഭ സ്ഥാപിക്കുക. ഈ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത് എന്താണടാ? ഹെൻറി എട്ടാമൻ തുടക്കം കുറിച്ച നമ്മുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പുനരാവിഷ്കാരം എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപീകരിച്ചത് ഹെൻറി എട്ടാമനാണ്. ആംഗ്ലിക്കാനിസത്തിന് തുടക്കം കുറിച്ചു. ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അനുയായികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച ഒരു സമുദായമായിരുന്നു എന്ത്? ആംഗ്ലിക്കൻ സമുദായം അഥവാ ആംഗ്ലിക്കൻ സഭ. അതിന് തുടക്കം കുറിച്ചത് ആരാന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എലിസബത്ത് ഒന്ന് തന്നെ. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഒരു പുനഃസംഘടിപ്പിക്കലാണ് എന്ത്? ആംഗ്ലിക്കൻ സഭ എന്ന് പറയാം. ഓക്കെ അല്ലെ? ഇനി എലിസബത്ത് ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് എലിസബത്ത് രണ്ടിനെ കൂടെ നമുക്ക് സൂചിപ്പിക്കാം. അവർ ട്യൂഡർ ഭരണാധികാരിയൊന്നുമല്ല, ആധുനിക ലോകത്തെ ഭരണാധികാരിയാണ്. നമുക്ക് പരിചയമുള്ള ഭരണാധികാരിയാണ് എലിസബത്ത് സെക്കൻഡ് എന്ന് പറയുന്നത്. ഏകദേശം 71 വർഷക്കാലം ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയ വ്യക്തി. 71 വർഷക്കാലം ഇംഗ്ലണ്ട് ഭരിച്ച ഭരണാധികാരിയാണ് ആര്? എലിസബത്ത് സെക്കൻഡ്. എലിസബത്ത് സെക്കൻഡ് മരണമടയുന്നത് 2022 അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കേറെ പരിചയമുള്ള ഭരണാധികാരിയാണ് കേട്ടോ. ട്യൂഡർ വംശത്തിലെ ഭരണാധികാരിയല്ല എലിസബത്ത് II. എങ്കിലും ആധുനിക ലോകത്ത് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഇംഗ്ലണ്ട് ഭരിച്ച ഭരണാധികാരിയാണ് എലിസബത്ത് II. 71 വർഷക്കാലം ഭരണം നടത്തിയത് കൊണ്ട് നമ്മൾ അവരെന്തെന്ന് വിളിച്ചു? ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടൻ ഭരിച്ച ഭരണാധികാരി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരി എന്നറിയപ്പെടുന്നത് എലിസബത്ത് II. അത് ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ, എലിസബത്ത് ഒന്നും പറഞ്ഞത് കൊണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ ചരിത്രം ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം. എന്തൊക്കെ നമ്മൾ പഠിച്ചേ? ബ്രിട്ടീഷ് രാജവാഴ്ച ചരിത്രം. ഇംഗ്ലണ്ടിലെ ആദ്യകാല രാജവംശം എന്ന് പറയുന്നത് ട്യൂഡർ വംശമായിരുന്നു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ മുൻഗാമിയെ കണക്കാക്കപ്പെടുന്നത് എന്താണ്? ഗ്രേറ്റ് കൗൺസിൽ. സ്ഥാപിച്ചത് ആരാണ്? ഹെൻറി മൂന്നാമനാണ്. അതിനു മുമ്പ് എഡ്വേർഡ് രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ആദ്യത്തെ ട്യൂഡർ രാജാവായി കണക്കാക്കുന്നത് ഹെൻറി ഏഴാമനാണ്. ആദ്യത്തെ ദേശീയ ഭരണാധികാരിയെ കണക്കാക്കുന്നത് വില്യം ഒന്നാമനെ.
1534 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപവൽക്കരിച്ചത് ഹെൻറി എട്ടാമനാണ്. ആംഗ്ലിക്കാനിസത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. അതായത് ആംഗ്ലിക്കൻ സഭാവിശ്വാസത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയാം. അതിനെ പ്രത്യേക സഭയായി പ്രഖ്യാപിക്കുന്നത് ആരാണ്? എലിസബത്ത് ഒന്നാണ്. ആംഗ്ലിക്കൻ സഭ സ്ഥാപിച്ചതാരാണ്? എലിസബത്ത് ഒന്നാണ്. എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടത്തെ ഇംഗ്ലണ്ടിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുന്നു. കാരണം എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടത്ത് മെർച്ചന്റ് അഡ്വഞ്ചേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ലോകത്താമകമാനം ഒട്ടനവധി രാജ്യങ്ങളില് കോളനി വൽക്കരണത്തിന് തുടക്കം കുറിച്ചത് എലിസബത്ത് ഒന്നായിരുന്നു. ലോക ചരിത്രത്തിലെ കന്യകാറാണി മെഡിൻക്യൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എലിസബത്ത് ഒന്നാണ്. അവസാന ട്യൂഡർ ഭരണാധികാരിയാണ്. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടൻ ഭരിച്ച ഭരണാധികാരി എന്ന് ചോദിച്ചാൽ എലിസബത്ത് രണ്ടാണ്. അവര് 71 വർഷക്കാലം ഭരിച്ചു. 2022 അവർ അന്തരിക്കുക. സെറ്റാണേ. ഇംഗ്ലണ്ടിലെ പിൽക്കാല രാജവംശം, അതായത് ട്യൂഡർ രാജവംശത്തിന് ശേഷം എലിസബത്ത് ഒന്ന് അവസാന ട്യൂഡർ ഭരണാധികാരിയല്ലേ, ആ എലിസബത്ത് ഒന്നിന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു? സ്റ്റുവർട്ട് രാജവംശമാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 15 വർഷക്കാലത്തെ രാജകീയ അധികാരപത്രം നൽകിയതാണ് എലിസബത്ത് ഒന്ന് രാജ്ഞി. അതിനുശേഷം അധികാരത്തിൽ വന്ന ആരാണ്? ജെയിംസ് ഒന്നാമൻ എന്ത് ചെയ്തു? ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനിശ്ചിത കാലത്തേക്ക് കച്ചവടം നടത്താൻ അനുമതി നൽകി എന്ന് നമ്മൾ പഠിക്കാറുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ശരിയല്ലേ? അനിശ്ചിത കാലത്തേക്ക് നീട്ടി നൽകുകയാണ് കച്ചവട അനുമതി. ആ ജെയിംസ് ഒന്നാമൻ തന്നെയാണ് സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി കേട്ടോ. അപ്പോ പിൽക്കാല രാജവംശം, അതായത് ട്യൂഡർ വംശത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുവർട്ട് രാജവംശം. രാജഭരണം ദൈവദത്തമാണെന്നും രാജാധികാരം ദൈവം തന്നതാണെന്നും വിശ്വസിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ട്യൂഡർ രാജാക്കന്മാർ എങ്ങനെയാ വിശ്വസിച്ചിരുന്നേ? ദൈവഭക്തിയുള്ളവരാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യണം, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്ന വിശ്വാസമുള്ളവരായിരുന്നു, ദൈവഭക്തിയുള്ളവരായിരുന്നു. ഇവിടെ സ്റ്റുവർട്ട് രാജാക്കന്മാരോ, രാജഭരണം ദൈവദത്തമാണ്, രാജാധികാരം ദൈവം നൽകിയതാണ്, അതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ദൈവം അത് അംഗീകരിക്കും എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരെ അഹങ്കാരികളായിട്ട് മാറി ഏകാധിപത്യ ഭരണത്തിലേക്ക് ചുവടുമാറ്റുകയും ചെയ്തു. സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ആദ്യ ഭരണാധികാരി എന്ന് പറയുന്നത് ജെയിംസ് ഒന്നാമനാണ്. ഇവിടെ ട്യൂഡർ രാജാക്കന്മാരൊക്കെ സ്വാഭാവികമായിട്ട് ആരായിരുന്നു? പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമാണ്. അതിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആരംഭിച്ചത് ഹെൻറി എട്ടാമനാണ്. അതിന്റെ തലവനും ഹെൻറി എട്ടാമൻ തന്നെയായിരുന്നു. പിൽക്കാലത്ത് ഹെൻറി എട്ടാമൻ ആരംഭിച്ച ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് എന്താരംഭിക്കുക? എലിസബത്ത് ഒന്ന് ആംഗ്ലിക്കൻ സഭ ആരംഭിക്കുക. ആംഗ്ലിക്കൻ സഭാംഗങ്ങൾക്ക് മാത്രമേ രാജാധികാരം നൽകുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത് എലിസബത്ത് ഒന്നായിരുന്നു. അതേ തുടർന്ന് അധികാരത്തിൽ വന്നത് സ്റ്റുവർട്ട് രാജവംശമായിരുന്നു. അവര് ആരായിരുന്നു? കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മതനവീകരണം 16-ാം നൂറ്റാണ്ടിൽ നടന്നത് പ്രധാന കാരണം കത്തോലിക്ക മതവിശ്വാസത്തിലെ പുരോഹിതന്മാര് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. അപ്പൊ കത്തോലിക്ക മതവിശ്വാസിയായ ജെയിംസ് ഒന്നാമൻ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ സാധാരണ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജാവാണ് ജെയിംസ് ഒന്നാമൻ. എന്ന് പറഞ്ഞാൽ ബിഷപ്പ് തന്നെ അനുഗ്രഹിക്കണം. ബിഷപ്പ് എന്ന് പറയുന്നത് കത്തോലിക്ക മതവിശ്വാസത്തിലെ വൈദികരെ തൊട്ടുമുകളിലുള്ള ആളാണ് കേട്ടോ. വൈദികരുടെ തൊട്ടുമുകളിലുള്ള ആളാണ് ബിഷപ്പ് അഥവാ മെത്രാൻ എന്നൊക്കെ നമ്മൾ പറയുക. അതിനു മുകളിലാണ് കർദിനാൾ, അതിനു മുകളിലാണ് മാർപ്പാപ്പ. അപ്പോ ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിനിധിയായി കണക്കാക്കുന്ന പുരോഹിതന്മാരുടെ ഉന്നത സ്ഥാനത്തുള്ള ബിഷപ്പ് നിർദ്ദേശങ്ങൾ നൽകിയാൽ മാത്രമേ എനിക്ക് ഭരണം നടത്താൻ കഴിയുകയുള്ളൂ. ബിഷപ്പിനെ അംഗീകരിക്കാതെ രാജാവെന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ ഭരിക്കാൻ കഴിയില്ല. ആദ്യം നിങ്ങൾ ബിഷപ്പിനെ അംഗീകരിക്കൂ, ബിഷപ്പിനെ അനുസരിക്കൂ, അതോടൊപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്ന കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു. അതായത് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസം ജനങ്ങളെ എതിർത്ത് തുടങ്ങിയപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമായ ആംഗ്ലിക്കൻ സഭ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടു. ആ ആംഗ്ലിക്കൻ സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന നടപടിയാണ് ആര് കൈക്കൊള്ളുക? ജെയിംസ് ഒന്നാമൻ. ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജാവ്. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിധി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഈ ചെയ്തികളാണ് ഇംഗ്ലണ്ടിൽ രാജ അധികാരത്തിനെതിരെ ജനങ്ങളുടെ രോഷമുണ്ടാകാനുള്ള പ്രധാന കാരണം. അത് ഇദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ ചാൾസ് രാജാവ് വരുമ്പോഴും തുടരുകയാണ്.
ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി ജെയിംസ് ഒന്നാമൻ, ബിഷപ്പ് അല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജാവ്, ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹത്തെ തന്നെ. കാരണം എന്താണ്? ഇദ്ദേഹം തുടക്കം കുറിച്ച ഏകാധിപത്യ ഭരണ സമ്പ്രദായവും പ്രൊട്ടസ്റ്റന്റ് സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗത്തെ എതിർത്തതുമാണ് ഇംഗ്ലണ്ടിലെ ജനതയ്ക്ക് രാജഭരണം വേണ്ട, രാജഭരണം അവസാനിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാൻ അവസരമൊരുക്കിയത്. സെറ്റാണ്. 1628 ബ്രിട്ടീഷ് പാർലമെന്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസാക്കി. ജെയിംസ് ഒന്നാമന്റെ പുത്രനായ ചാൾസ് ഒന്നാമനായിരുന്നു അപ്പോഴത്തെ ഭരണാധികാരി. 1628 ബ്രിട്ടീഷ് പാർലമെന്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ രാജാവിനുള്ള ഏകാധിപത്യ പ്രവണതയ്ക്കുള്ള അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് ഈ നിയമം പാസാക്കിയപ്പോൾ ഇംഗ്ലണ്ടിലായിരുന്ന ആംഗ്ലിക്കൻ സഭയുടെ നേതൃത്വത്തിൽ ചാൾസ് രാജാവിനെ കൊണ്ട് ഈ നിയമം ഒപ്പുവെക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചാൾസ് രാജാവ് ആ നിയമത്തിൽ ഒപ്പുവെച്ചു. രാജാവിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ട നിയമമായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആക്ട്. അതായത് രാജാവിന് സ്വന്തമായി നികുതി ഏർപ്പെടുത്താൻ കഴിയില്ല. അതുവരെ രാജാവിന് സ്വന്തമായി നികുതി ഏർപ്പെടുത്താമായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് ജെയിംസ് ഒന്നാമനായിരുന്നു. പുത്രനായ ചാൾസ് ഒന്നാമൻ അത് ഫോളോ ചെയ്തുവെങ്കിലും 1628 ബ്രിട്ടീഷ് പാർലമെന്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസാക്കിയപ്പോൾ ആ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പ്രകാരം പുതിയ നികുതി ചുമത്തണമെങ്കിൽ രാജാവിന് സ്വമേധയാ പറ്റില്ല, പകരം പാർലമെന്റിന്റെ അനുമതിയോടുകൂടെ മാത്രമേ സാധിക്കൂ എന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ രാജാവ് നയപരമായി എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് പാർലമെന്റിന്റെ അനുമതി വാങ്ങണമെന്ന് പ്രഖ്യാപിച്ചു. ചുരുക്കി പറഞ്ഞാൽ രാജാവിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയോ അവകാശങ്ങളെയോ ബാധിക്കുന്ന ഒരു തീരുമാനങ്ങളും രാജാവ് കൈക്കൊള്ളാൻ പാടില്ല എന്ന നിലപാടിലേക്ക് പാർലമെന്റ് എത്തിച്ചേർന്നു. അത് പ്രൊട്ടസ്റ്റന്റ് സഭയായ ആംഗ്ലിക്കൻ സഭയുടെ പരിപൂർണ പിന്തുണ പാർലമെന്റിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് സാധിച്ചത്. ചാൾസ് ഒന്നാമൻ ഈ നിയമത്തിൽ ഒപ്പുരേഖപ്പെടുത്തിയെങ്കിലും അത് പാലിക്കാൻ തയ്യാറായില്ല. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് അനുസരിക്കാതെ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പാർലമെന്റ് 1629 പിരിച്ചുവിട്ടു. അതോടുകൂടി പാർലമെന്റ് പക്ഷം, സാധാരണ ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് പാർലമെന്റ് പക്ഷവും രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രഭുക്കന്മാരുടെ പക്ഷവും തമ്മിൽ എന്ത് ചെയ്തു? ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോ ബ്രിട്ടൻ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ പാർലമെന്റ് പക്ഷത്തെ സാധാരണ ജനങ്ങളും ദാരിദ്ര്യത്തിലേക്ക് പോയി. രാജാവിന്റെ പക്ഷത്ത് നിന്ന് പ്രഭുക്കന്മാരെ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോയി. കാരണം പ്രഭുക്കന്മാർ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചല്ലേ ജീവിക്കുന്നത്. ജനങ്ങൾ നികുതി കൊടുക്കാതായി, കാരണം ദാരിദ്ര്യമായതുകൊണ്ട് അവരുടെ കയ്യിൽ കാശില്ല. അങ്ങനെയപ്പോ പ്രഭുക്കന്മാർക്ക് എന്ത് ചെയ്തു? സാമ്പത്തിക നഷ്ടം ഉണ്ടായി. ഇനി നികുതി പിരിക്കണമെങ്കിൽ ആരംഗീകരിക്കണം? പാർലമെന്റ് അംഗീകരിക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? നികുതി പിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളാൻ പാർലമെന്റിന് മാത്രമേ കഴിയത്തുള്ളൂ. പാർലമെന്റ് തീരുമാനം കൈക്കൊണ്ടാലേ ജനങ്ങൾ അത് അനുസരിക്കത്തുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് വന്നപ്പോൾ ഈ ചാൾസ് ഒന്നാമൻ 1629 പിരിച്ചുവിട്ട ബ്രിട്ടീഷ് പാർലമെന്റ് 1640 വിളിച്ചു ചേർക്കുകയാണ്. മനസ്സിലായോ? ആ 1640 വിളിച്ചു ചേർത്ത പാർലമെന്റ് പിന്നീട് കുറേയധികം കാലം നിലനിന്നു, ഏകദേശം 9 വർഷക്കാലം. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ലോങ് പാർലമെന്റ് എന്ന് വിളിക്കും. അപ്പോൾ 1640 പാർലമെന്റ് വിളിച്ചു കൂട്ടിയത് ചാൾസ് ഒന്നാമൻ തന്നെ. ഇത് 1649 വരെ തുടർന്നു. ഇത് ലോങ് പാർലമെന്റ് എന്നാണ് അറിയപ്പെടുക. ഇക്കാലയളവിലും ആഭ്യന്തര യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. രാജാവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയ പാർലമെന്റ് സൈന്യത്തിന്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. അപ്പൊ ന്യൂ മോഡൽ ആർമി എന്ന് പറയുന്നത് ആരുടെ? നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ, അല്ലെങ്കിൽ ബ്രിട്ടീഷിലെ സാധാരണ ജനങ്ങളോട് പ്രതിനിധികളായ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ സൈന്യമാണ് ന്യൂ മോഡൽ ആർമി എന്ന പേരിൽ അറിയപ്പെടുക. ഈ ന്യൂ മോഡൽ ആർമി ആരുമായിട്ട് ഏറ്റുമുട്ടുകയാണ്? രാജകീയ പക്ഷവുമായി ഏറ്റുമുട്ടുകയാണ്. ഈ സമയത്ത് രാജകീയ പക്ഷത്ത്, അല്ലെങ്കിൽ ചാൾസ് ഒന്നാമന് സ്വന്തമായിട്ട് സൈന്യമില്ല. അങ്ങനെ അദ്ദേഹം പ്രാദേശിക സൈനിക മേധാവിയായ ഒലിവർ ക്രോംവെല്ലിന്റെ സഹായം നേടി. അങ്ങനെ ആദ്യം ഒലിവർ ക്രോംവെല്ല് നമ്മുടെ ചാൾസ് ഒന്നാമനെ സഹായിച്ചെങ്കിലും പിൽക്കാലത്ത് നമ്മുടെ ചാൾസ് ഒന്നാമൻ സാധാരണക്കാരായ ജനങ്ങളെ ആഭ്യന്തര കലാപ കാലഘട്ടത്ത് കൂട്ടക്കൊല നടത്തിയത്
പാർലമെന്റ് ചോദ്യം ചെയ്തു. പാർലമെന്റ് ചോദ്യം ചെയ്തപ്പോൾ പാർലമെന്റ് ചാൾസ് ഒന്നാമനെതിരെ വിചാരണ നടത്തിയപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഒലിവർ ക്രോംവെൽ പാർലമെന്റ് പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ചാൾസ് ഒന്നാമനെ 1649 തൂക്കിക്കൊല്ലുകയാണ്. കൂട്ടക്കൊല നടത്തിയത് ആരോപിച്ചുകൊണ്ട്, ജനങ്ങളുടെ ജീവനെ ഹാനികരമായ പ്രവൃത്തി ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട്, അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പാർലമെന്റ് വിചാരണ ചെയ്യുകയും ആ പാർലമെന്റ് വിചാരണ ചെയ്തപ്പോൾ ഒലിവർ ക്രോംവെൽ നേതൃത്വം ഏറ്റെടുത്ത് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ തൂക്കിക്കൊന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഞാനത് പറഞ്ഞു. നമുക്ക് സ്ലൈഡുള്ള കാര്യങ്ങൾ പറയാം. 1640 ചാൾസ് ഒന്നാമൻ പാർലമെന്റ് വിളിച്ചുകൂട്ടി. 1649 വരെ ഈ പാർലമെന്റ് തുടർന്നു. ഇതാണ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുക. ഈ കാലയളവിൽ ആഭ്യന്തര യുദ്ധം നടന്നു. അപ്പോഴും രാജകീയ പക്ഷവും പാർലമെന്റ് പക്ഷവും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു. രാജാവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയ പാർലമെന്റ് സൈന്യത്തിന്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. 1649 ജനുവരി 30 ചാൾസ് ഒന്നാമനെ വധിക്കാൻ നേതൃത്വം നൽകിയത് ഒലിവർ ക്രോംവെൽ ആയിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആഭ്യന്തര യുദ്ധ കാലഘട്ടത്ത് പാർലമെന്റ് പക്ഷവും രാജകീയ പക്ഷവും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധ കാലഘട്ടത്ത് ഒട്ടനവധി സാധാരണക്കാരായ ജനങ്ങളെ പ്രഭുക്കന്മാരും ചാൾസ് രാജാവിനും ചേർന്ന് എന്ത് ചെയ്തു? കൊന്നൊടുക്കി. അതിന്റെ പേരിലാണ് ചാൾസ് ഒന്നാമനെ പാർലമെന്റ് പക്ഷം വിചാരണ ചെയ്യുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തത്. ഓക്കെ, ആദ്യം ചാൾസ് ഒന്നാമന്റെ സഹായിയായി ചാൾസ് ഒന്നാമന്റെ സർവ്വസൈന്യാധിപനായി നിന്ന ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു? ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും പാർലമെന്റ് പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ ചാൾസ് ഒന്നാമനെ വധിക്കാൻ നേതൃത്വം നൽകിയത് ഒലിവർ ക്രോംവെൽ ആയതുകൊണ്ട് തുടർന്ന് പാർലമെന്റ് ആരെ ഭരണാധികാരിയെ നിശ്ചയിച്ചു? ഒലിവർ ക്രോംവെല്ലിനെ ഭരണാധികാരിയെ നിശ്ചയിച്ചു. അങ്ങനെ 1649 മുതൽ 58 വരെയും 58 മുതൽ 60 വരെയും ഒലിവർ ക്രോംവെൽ 58 വരെ, തുടർന്ന് 60 വരെ ഒലിവർ ക്രോംവെല്ലിന്റെ മകൻ, ഇങ്ങനെ ഈ രണ്ടുപേരും ഭരണം നടത്തി. അപ്പൊ 1649 ചാൾസ് ഒന്നാമനെ വധിച്ചതിന് ശേഷം പിന്നെ രാജഭരണമല്ല, ഒലിവർ ക്രോംവെൽ എന്ന രാജകുടുംബത്തിൽപ്പെട്ട അല്ലാത്ത വ്യക്തിയായ ഒരാളുടെ ഭരണമാണ്. അതുകൊണ്ട് അതിനെ രാജഭരണം എന്ന് വിളിക്കില്ല. ഓക്കെ, ഒലിവർ ക്രോംവെൽ ചാൾസ് ഒന്നാമനെ ഭരണാധികാരിയാണ്. പക്ഷേ ഒലിവർ ക്രോംവെൽ രാജകുടുംബാംഗമാണോ? അല്ല. അതുകൊണ്ട് രാജഭരണം എന്നല്ല, ജസ്റ്റ് രാജാധികാരം ഇല്ലാത്ത കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ 1649 മുതൽ 1660 വരെ ഇംഗ്ലീഷ് ചരിത്രത്തിലെ രാജവാഴ്ച ഇല്ലാത്ത കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഇക്കാലയളവിൽ ഭരണം നടത്തിയ ആരാ? ഒലിവർ ക്രോംവെല്ലും അദ്ദേഹത്തിന്റെ മകനുമായിരുന്നു. ഈ കാലയളവിനെ കോമൺവെൽത്ത് കാലഘട്ടമെന്നും അവശിഷ്ട പാർലമെന്റും എന്നും വിളിക്കുന്നു. കോമൺവെൽത്ത് കാലഘട്ടമെന്നും അവശിഷ്ട പാർലമെന്റ് എന്നും വിളിക്കുന്നു. ആദ്യ കാലഘട്ടത്ത് ഒലിവർ ക്രോംവെൽ ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു. അവരോട് ചേർന്നുകൊണ്ട് ഭരണത്തിൽ തുടർന്നു. പക്ഷേ പാർലമെന്റ് എപ്പോഴും ഏകാധിപത്യ ഭരണത്തെ എതിർക്കുന്നവരല്ലേ. അതുകൊണ്ട് തന്നെ എപ്പോഴും പാർലമെന്റ് ഒലിവർ ക്രോംവെല്ലിനെ നിയന്ത്രിക്കാനായി ശ്രമിച്ചു. ഒലിവർ ക്രോംവെൽ ഏകാധിപതിയായി മാറുന്നതിന് തടയാനായിട്ട് ശ്രമിച്ചു. ആ നിയന്ത്രണങ്ങൾ ആർക്കിഷ്ടപ്പെട്ടില്ല? ഒലിവർ ക്രോംവെല്ലിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തെ പിന്തുണച്ച പാർലമെന്റ് അംഗങ്ങളായി നിലനിർത്തുകയും മറ്റുള്ളവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഇനി പറയുക. ഒലിവർ ക്രോംവെല്ലും പുത്രനായ റിച്ചാർഡ് ക്രോംവെല്ലും കോമൺവെൽത്ത് കാലഘട്ടത്തിൽ ഭരണം നടത്തി. അതായത് 1649 മുതൽ 58 വരെ ഒലിവർ ക്രോംവെൽ, 1658 മുതൽ 1660 വരെ റിച്ചാർഡ്. 1649 തൊട്ട് 58 വരെ ഒലിവർ ക്രോംവെൽ ഭരണം നടത്തിയപ്പോ താനാണ് ജനങ്ങളുടെ സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആരായിരുന്നു? ഈ ഒലിവർ ക്രോംവെൽ തന്നെ. ഞാനാണ് ജനങ്ങളുടെ സംരക്ഷകൻ. അതായത് സ്റ്റുവർട്ട് രാജവംശത്തിലെ ചാൾസ് ഒന്നാമന്റെ ദുർഭരണം അവസാനിപ്പിച്ച് ജനങ്ങളെ സംരക്ഷിച്ചത് ഞാനാണ് എന്ന അർത്ഥത്തിൽ സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. പേരിൽ മാത്രമേ സംരക്ഷകൻ ഉണ്ടായിരുന്നുള്ളൂ എന്നത് പിന്നീട് കാലം തെളിയിക്കുകയാണ്. പതിയെ ഇദ്ദേഹം ഏകാധിപത്യത്തിലേക്ക് മാറി. തന്നെ പിന്തുണച്ച പാർലമെന്റ് അംഗങ്ങളെ മാത്രം പാർലമെന്റ് അംഗങ്ങളായി നിലനിർത്തുകയും തന്നെ എതിർത്ത, തന്റെ ഏകാധിപത്യത്തെ, സ്വേച്ഛാധിപത്യത്തെ എതിർത്ത മറ്റ് പാർലമെന്റ് അംഗങ്ങളെ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ ഇനി പറയുക. ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ
ആദ്യഘട്ടത്ത് രൂപീകരിച്ച പാർലമെന്റാണ് ബെയർബോൺസ് പാർലമെന്റ് അഥവാ ലിറ്റിൽ പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുക. ബെയർബോൺസ് പാർലമെന്റ് അഥവാ ലിറ്റിൽ പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സൈനിക സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഒലിവർ ക്രോമൽ പിന്നീട് കളം മാറ്റി. ഓക്കെ, അങ്ങനെ സൈനിക സ്വേച്ഛാധിപത്യ ഭരണം ആരംഭിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാർലമെന്റ് പക്ഷത്തെ യഥാർത്ഥ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ അതിനെ ചോദ്യം ചെയ്തു. തുടർന്ന് ഒലിവർ ക്രോമലിന് അദ്ദേഹത്തെ എതിർക്കുന്നവരെല്ലാവരെയും എന്ത് ചെയ്തു? പാർലമെന്റിൽ പുറത്താക്കി. ഒലിവർ ക്രോമലിന്റെ അനുയായികൾ മാത്രം ഉൾപ്പെട്ട പാർലമെന്റ് തുടർന്ന് റംബ് എന്ന പേരിൽ അറിയപ്പെട്ടു. സെറ്റാണ്. ഒലിവർ ക്രോമലിന് ശേഷം ഒലിവർ ക്രോമലിന്റെ മകനായ റിച്ചാർഡ് വരുന്നു. അത് കഴിഞ്ഞിട്ട് 1660 ജനങ്ങൾ നിരന്തരമായി രാജഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒലിവർ ക്രോമലിന്റെ ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ചാൾസ് രണ്ടാമനാണ്. ഓക്കെ അല്ലേ? അപ്പോ ഒലിവർ ക്രോമലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർലമെന്റ് ആണ് ബെയർബോൺസ് പാർലമെന്റ് എന്നറിയപ്പെടുക, അഥവാ ലിറ്റിൽ പാർലമെന്റ് എന്നറിയപ്പെടുക. തുടർന്ന് അദ്ദേഹം സൈനിക സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് തിരിച്ചു. അങ്ങനെയപ്പോൾ പാർലമെന്റ് പക്ഷത്തെ അദ്ദേഹത്തെ എതിർക്കുന്നവര് സ്വാഭാവികമായിട്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഒലിവർ ക്രോമലിന്റെ അനുയായികൾ മാത്രം ഉൾപ്പെട്ട പാർലമെന്റാണ് റംബ് എന്ന പേരിൽ അറിയപ്പെടുക. ഒലിവർ ക്രോമലിന്റെയും അദ്ദേഹത്തിന്റെ മകനായ റിച്ചാർഡിനും ശേഷം അധികാരത്തിൽ വന്നത് ആരാണ്? ചാൾസ് രണ്ടാമൻ രാജാവാണ്. അതായത് നമ്മുടെ ജെയിംസ് ഒന്നാമന്റെ മകനാണ് ചാൾസ് ഒന്നാമൻ. ആ ചാൾസ് ഒന്നാമന്റെ മകനാണ് എന്ത്? ചാൾസ് രണ്ടാമൻ എന്ന് പറയുക ആണോ? യെസ്. ഓക്കെ, മറക്കല്ലേ. ചാൾസ് ഒന്നാമന്റെ മകനാണ് ചാൾസ് രണ്ടാമൻ. ഈ ചാൾസ് രണ്ടാമന്റെ മകനാണ് പിന്നീട് ജെയിംസ് രണ്ടാമൻ ആയിട്ട് മാറുക. ജെയിംസ് രണ്ടാമൻ. അത് അച്ഛനും മകനും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അതത് കാലഘട്ടത്തിൽ പേരങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, സെറ്റാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? ഓക്കെ, എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? നമുക്ക് ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കൊണ്ട് നോക്കാം. അതിനുമുമ്പ് നമ്മൾ റിവിഷൻ ചെയ്തല്ലോ. 1628 ബ്രിട്ടീഷ് പാർലമെന്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസ്സാക്കി. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന ബില്ലിന്മേൽ രാജാവ് ഒപ്പിട്ടാലേ നിയമമാകത്തുള്ളൂ. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ചു. ഈ നിയമം അനുസരിച്ച് രാജാവിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടു. പക്ഷേ ആ പരിധി അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല? ചാൾസ് ഒന്നാമൻ തയ്യാറായില്ല. പാർലമെന്റിന് അധികാരങ്ങൾ നൽകുന്നതായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. തുടർന്ന് ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു? പാർലമെന്റിനെ പിരിച്ചുവിട്ടു. ഓക്കെ, അപ്പോൾ 1629 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് അനുസരിക്കാതെ ചാൾസ് ഒന്നാമൻ ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിട്ടു. അതോടുകൂടി പാർലമെന്റ് പക്ഷത്തുള്ള സാധാരണ ജനങ്ങളും രാജാവിന്റെ പക്ഷത്തുള്ള പ്രഭുക്കന്മാരും തമ്മിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. ആഭ്യന്തര യുദ്ധം കാരണം കൊടിയ ദാരിദ്ര്യത്തിലേക്ക്, സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നീങ്ങിയപ്പോൾ പുതിയ നികുതി പിരിക്കുവാനും അതിനെ പാർലമെന്റിന്റെ അനുകൂല തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാൾസ് ഒന്നാമൻ പാർലമെന്റ് വിളിച്ചുകൂട്ടാൻ നിർബന്ധിതനായിട്ട് മാറി. അങ്ങനെ 1640 പാർലമെന്റ് വിളിച്ചുകൂട്ടി. ഈ പാർലമെന്റ് 1649 വരെ തുടർന്നു. ഇതാണ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുക. അപ്പൊ ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയതെന്ന് എന്നാണ് PSC ചോദിക്കുക. എന്ന 1640. ഇക്കാലയളവിലും ആഭ്യന്തര യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. രാജാവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയ പാർലമെന്റ് സൈന്യത്തിന്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. ഇക്കാലയളവില് രാജാവിന്റെ സൈന്യത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു ഒലിവർ ക്രോമൽ. ഇക്കാലയളവില് ഒട്ടനവധി സാധാരണക്കാരായ ജനങ്ങളെ ചാൾസ് ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം രാജാവിന്റെ സൈന്യം കൂട്ടക്കൊല നടത്തി. അതിനെ തുടർന്ന് പാർലമെന്റ് ഈ കൂട്ടക്കൊലയ്ക്ക് എതിരെ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്യുന്നു. ആ വിചാരണ ആരംഭിച്ചപ്പോൾ നമ്മുടെ ചാൾസ് ഒന്നാമന്റെ സൈന്യാധിപനായ ഒലിവർ ക്രോമൽ ഏത് പക്ഷത്തേക്ക് കൂറുമാറി? പാർലമെന്റ് പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ 1649 ജനുവരി 30 ചാൾസ് ഒന്നാമനെ വധിക്കാൻ നേതൃത്വം നൽകിയത് ഒലിവർ ക്രോമൽ ആയിരുന്നു. തുടർന്ന് ഒലിവർ ക്രോമൽ ചാൾസ് ഒന്നാമന് പകരം അധികാരത്തിൽ വരുന്നു. പക്ഷേ ഒലിവർ ക്രോമൽ രാജകുടുംബത്തിൽപ്പെട്ട അംഗമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ രാജാവായി കണക്കാക്കുന്നില്ല, മറിച്ച് ഭരണാധികാരി എന്ന് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒലിവർ ക്രോമലും അദ്ദേഹത്തിന്റെ മകനായ റിച്ചാർഡും ഭരണം നടത്തിയ 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടത്തെ ഇംഗ്ലീഷ് ചരിത്രത്തിലെ രാജവാഴ്ച ഇല്ലാത്ത കാലഘട്ടം എന്ന് വിളിക്കുന്നു. ഈ കാലയളവിനെ കോമൺവെൽത്ത് കാലഘട്ടമെന്നും അവശിഷ്ട പാർലമെന്റ് എന്നുമാണ് വിളിക്കുക. ഒലിവർ ക്രോമൽ ആദ്യഘട്ടത്തിൽ പാർലമെന്റിന്റെ ആശയങ്ങളെ പിന്തുണച്ചു. പാർലമെന്റ് പറയുന്നത് അതേപടി കേട്ടു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏകാധിപത്യ പ്രവണത ഉണർന്നു. പാർലമെന്റ് പക്ഷത്തെ അനുസരിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് പിന്മാറുകയാണ്. നോക്കാം.
ഒലിവർ ക്രോമലും അദ്ദേഹത്തിന്റെ പുത്രനായ റിച്ചാർഡും കോമൺവെൽത്ത് കാലഘട്ടത്താണ് ഭരണം നടത്തുക. ഈ കാലയളവിൽ സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ഒലിവർ ക്രോമൽ ആയിരുന്നു. ഒലിവർ ക്രോമലിന്റെ നേതൃത്വത്തിൽ 1649 രൂപീകരിച്ച 1649 അതായത് ആദ്യഘട്ടത്തിൽ രൂപീകരിച്ച പാർലമെന്റാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ബെയർബോൺസ് പാർലമെന്റ് അഥവാ ലിറ്റിൽ പാർലമെന്റ് എന്നറിയപ്പെടുക. കോമൺവെൽത്ത് കാലഘട്ടത്ത് ഒലിവർ ക്രോമലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർലമെന്റാണ് ബെയർബോൺസ് പാർലമെന്റ് അഥവാ ലിറ്റിൽ പാർലമെന്റ് എന്നറിയപ്പെടുക. ആദ്യകാലത്ത് പാർലമെന്റ് അംഗങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന അദ്ദേഹം പതിയെ മാറി സൈനിക സ്വേച്ഛാധിപത്യ ഭരണം ആരംഭിച്ചു. അങ്ങനെയായപ്പോ പാർലമെന്റ് പക്ഷത്തെ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്കർ എതിർത്തു തുടങ്ങിയപ്പോൾ അവർ പുറത്താക്കി. ഒലിവർ ക്രോമലിന്റെ അനുയായികൾ മാത്രം ഉൾപ്പെട്ട പാർലമെന്റാണ് റംബ് എന്ന പേരിൽ അറിയപ്പെടുക. ഒലിവർ ക്രോമലിന് ശേഷം ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത് ചാൾസ് രണ്ടാമനായിരുന്നു. സെറ്റാണ്. ഓക്കെ, അപ്പോ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കുക. അടുത്ത ദിവസം ഇതിന്റെ തുടർച്ചയെന്നോണം നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിച്ചുറപ്പിക്കും. നമ്മളിന്ന് പഠിച്ചത് ഇംഗ്ലണ്ടിലെ രാജവാഴ്ച ചരിത്രം, പിന്നെ അതേ തുടർന്ന് രാജവാഴ്ചയിലുണ്ടായ പ്രതിഷേധം കാരണം എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ആഭ്യന്തര കലാപം ആരംഭിക്കുന്നു. ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും നമ്മൾ പഠിച്ചുറപ്പിച്ചു. അപ്പൊ നമ്മൾ പൂർണ്ണമായും നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? ഓക്കെ, വളരെ പെട്ടെന്ന്. ആദ്യം നമ്മൾ പഠിച്ചത് മാഗ്ന കാർട്ട ഉടമ്പടി, സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ ഉടമ്പടി എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. പൗരാവകാശങ്ങളുടെ ആദ്യത്തെ ആധികാരിക രേഖ എന്നറിയപ്പെടുന്നു. ആധുനിക ജനാധിപത്യത്തിന്റെ അണിക്കൽ എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട എന്ന ഉടമ്പടി തന്നെ. ബ്രിട്ടീഷ് രാജാവായ ജോൺ രണ്ടാമനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധപൂർവം പൗര അവകാശം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു മാഗ്ന കാർട്ട എന്ന ഉടമ്പടി. 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലെ റണ്ണിമേഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് ജനങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പ് രേഖപ്പെടുത്തുവാൻ ജോൺ രണ്ടാമനെ പ്രേരിപ്പിച്ചത്. ഹേബിയസ് കോർപ്പസ്, മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകുന്ന ഹേബിയസ് കോർപ്പസ് എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് മാഗ്ന കാർട്ട എന്ന ഉടമ്പടിയിലായിരുന്നു. ബ്രിട്ടീഷ് രാജവാഴ്ച ചരിത്രം. ബ്രിട്ടനിൽ ഒട്ടനവധി രാജവംശങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. പ്രാദേശിക രാജാക്കന്മാരുണ്ട്, അതുതന്നെ ഏകീകരിക്കപ്പെട്ട രാജാക്കന്മാരുണ്ട്. അതിൽ ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് രാജവംശങ്ങളാണ് ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും. ആദ്യകാല രാജവംശങ്ങളിൽ പ്രധാനികൾ ട്യൂഡർ രാജാക്കന്മാരായിരുന്നു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ മുൻഗാമികളെ കണക്കാക്കുന്നത് ഗ്രേറ്റ് കൗൺസിലാണ്. ഗ്രേറ്റ് കൗൺസിൽ സ്ഥാപിച്ചത് ഹെൻറി മൂന്നാമൻ. ആദ്യത്തെ ട്യൂഡർ രാജാവ്, അതായത് താൻ ട്യൂഡർ വംശത്തിലെ രാജാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച വ്യക്തി, ആദ്യത്തെ ട്യൂഡർ രാജാവ് ഹെൻറി ഏഴാമൻ. ആദ്യത്തെ ദേശീയ ഭരണാധികാരി, അതായത് ഇംഗ്ലണ്ടിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ രാജ്യമാക്കി മാറ്റി അധികാരം നടത്തിയ വ്യക്തി വില്യം ഒന്നാമൻ. 1534 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപവൽക്കരിച്ചത് ഹെൻറി എട്ടാമനായിരുന്നു. ഹെൻറി എട്ടാമൻ. ഈ ഹെൻറി എട്ടാമൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗം രൂപീകരിക്കുകയും അതിന്റെ തലവൻ താനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് സമുദായ അംഗങ്ങൾ എന്ന രീതിയിൽ ആംഗ്ലിക്കാനിസത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് ഹെൻറി എട്ടാമൻ തന്നെ. ഇംഗ്ലണ്ടിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ട്യൂഡർ വംശത്തിലെ അവസാന ഭരണാധികാരിയായ എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടം. കാരണം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് കോളനിവൽക്കരണത്തിന്റെ ആദ്യത്തെ വിത്തുപാകിയത് എലിസബത്ത് ഒന്നായിരുന്നു. അത് കാരണം ഇംഗ്ലണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സാമ്രാജ്യമായി മാറുകയാണ്. ലോക ചരിത്രത്തിലെ കന്യകാ റാണി അതിസുന്ദരിയായതുകൊണ്ട് കന്യകാ റാണി മെറ്റിൻകിൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അവസാന ട്യൂഡർ ഭരണാധികാരിയാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ആംഗ്ലിക്കൻ സഭയ്ക്ക് തുടക്കം കുറിച്ചതും ആര് തന്നെ? എലിസബത്ത് ഒന്ന് തന്നെ. 20-21 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ട് ഭരിച്ച ഭരണാധികാരിയാണ് എലിസബത്ത് സെക്കൻഡ്. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നത് എലിസബത്ത് സെക്കൻഡ് തന്നെ, ഏകദേശം 71 വർഷക്കാലം. നമ്മുടെ ട്യൂഡർ രാജവംശത്തിന് ശേഷം, അതായത് എലിസബത്ത് ഒന്നിന് ശേഷം അധികാരത്തിൽ വന്നത് സ്റ്റുവർട്ട് രാജവംശമായിരുന്നു. ട്യൂഡർ രാജവംശം ദൈവവിശ്വാസികളാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തിയെങ്കിൽ സ്റ്റുവർട്ട് രാജവംശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവവിശ്വാസികൾ തന്നെ, പക്ഷേ രാജഭരണം ദൈവദത്തമാണെന്നും രാജാധികാരം ദൈവം തന്നതാണെന്നും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എന്താണോ ഹിതമെന്ന് തോന്നുന്നത് അത് ചെയ്യാം, അത് ദൈവം അംഗീകരിക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു. സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി ജെയിംസ് ഒന്നാമനാണ്. ബിഷപ്പ് അല്ലെങ്കിൽ രാജാവുമില്ല എന്ന് പ്രഖ്യാപിച്ച ഇംഗ്ലണ്ടിലെ രാജാവ്. ഇദ്ദേഹം തുടക്കം കുറിച്ച ഈ ഒരു കാഴ്ചപ്പാട് രാജഭരണത്തിനെതിരെ
ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കാൻ കാരണമായി. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസികളുടെ നേതൃത്വത്തിൽ സാധാരണക്കാരായ ജനങ്ങള് രാജഭരണത്തിന് മാറ്റം വരണമെന്നും ജനങ്ങൾക്ക് സർവ്വ അധികാരം കിട്ടുന്ന പാർലമെന്റിന് കൂടുതൽ അധികാരം വേണമെന്നും ആവശ്യപ്പെട്ടു തുടങ്ങിയത് ഈ ജെയിംസ് ഒന്നാമന്റെ ഭരണം തൊട്ടാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് താൻ തന്നെ കുളം കുഴിച്ചു എന്ന രീതിയിലാണ് അങ്ങനെ പറയുക കേട്ടോ. 1628 ബ്രിട്ടീഷ് പാർലമെന്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസാക്കി. രാജാവിന്റെ അധികാരങ്ങൾ പരിധി നിശ്ചയിക്കുകയും കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന് അഥവാ ജനകീയ പക്ഷത്തിന് കിട്ടുവാൻ കാരണമായി. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസികളുടെ ആവശ്യപ്രകാരം ചാൾസ് ഒന്നാമൻ ഈ നിയമത്തിൽ ഒപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ഈ നിയമം അനുസരിക്കാൻ തയ്യാറാകാതെ 1629 ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിട്ടു. അങ്ങനെ പാർലമെന്റ് പക്ഷത്തെ പിന്തുണയ്ക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും രാജാവിനെ പിന്തുണയ്ക്കുന്ന പ്രഭുക്കന്മാരും തമ്മിൽ ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. ആഭ്യന്തര യുദ്ധം കാരണം സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നീങ്ങി. രാജാവിന് കാശില്ലാതെയായി, പ്രഭുക്കന്മാർക്ക് കാശില്ലാതെയായി. നികുതി പിരിക്കുവാനും അതിന് സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പാർലമെന്റിന് പിന്തുണ വേണം. അങ്ങനെ 1640 പാർലമെന്റ് വിളിച്ചുകൂട്ടി. ആര് തന്നെ? ചാൾസ് ഒന്നാമൻ തന്നെ. ഈ പാർലമെന്റ് 1649 വരെ തുടർന്നു. ഇക്കാലയളവിലും എന്ത് ആഭ്യന്തര യുദ്ധം നടക്കാം. 1640 മുതൽ 49 വരെയുള്ള കാലഘട്ടത്തെ ലോങ് പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. രാജാവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയ പാർലമെന്റിന്റെ സൈന്യത്തിന്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. പക്ഷേ രാജകീയ പക്ഷം സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് പാർലമെന്റ് പക്ഷം ചാൾസ് ഒന്നാമനെ 1649 വിചാരണ ചെയ്തു. 1649 ജനുവരി 30 ചാൾസ് ഒന്നാമനെ പാർലമെന്റ് വധിക്കാൻ വിധിച്ചു. വധിക്കാൻ നേതൃത്വം നൽകിയത് ചാൾസ് ഒന്നാമന്റെ ആദ്യകാല സൈന്യാധിപനായ ഒലിവർ ക്രോമൽ. ഒലിവർ ക്രോമൽ രാജകുടുംബാംഗമല്ല, സാധാരണക്കാരനാണ്. അദ്ദേഹം ചാൾസ് ഒന്നാമന് പകരം അധികാരത്തിൽ വരികയാണ്. ആർക്ക് വേണ്ടി? പാർലമെന്റിന് വേണ്ടി. 1649 മുതൽ 1660 വരെ. അതുകൊണ്ട് തന്നെ ഒലിവർ ക്രോമലും അദ്ദേഹത്തിന്റെ മകനും ഭരിച്ചതുകൊണ്ട് അവര് രാജകുടുംബത്തിൽപ്പെട്ട ആളല്ലല്ലോ. അതുകൊണ്ട് ഇക്കാലയളവിനെ ഇംഗ്ലീഷ് ചരിത്രത്തിലെ രാജവാഴ്ച ഇല്ലാത്ത കാലഘട്ടം എന്ന് വിളിക്കുന്നു. ഈ കാലയളവ് കോമൺവെൽത്ത് കാലഘട്ടമെന്നും അവശിഷ്ട പാർലമെന്റും എന്നാണ് അറിയപ്പെടുക. ഒലിവർ ക്രോമലും പുത്രനായ റിച്ചാർഡും കോമൺവെൽത്ത് കാലഘട്ടത്തിൽ ഭരണം നടത്തി. ഒലിവർ ക്രോമൽ ഇക്കാലയളവിൽ സ്വീകരിച്ച സ്ഥാനപ്പേരായിരുന്നു സംരക്ഷകൻ. ജനങ്ങളെ ദ്രോഹിച്ച ചാൾസ് ഒന്നാമനെ വധിച്ചുകൊണ്ട് ഞാൻ ജനങ്ങളെ സംരക്ഷിച്ചു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പേര് സ്വീകരിക്കുക. 1649 മുതൽ 58 വരെ ഒലിവർ ക്രോമലും അതിനുശേഷം 2 വർഷക്കാലം റിച്ചാർഡുമാണ് ഭരണം നടത്തിയത്. ആ കാലഘട്ടം പഠിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഞാനത് സ്ലൈഡിൽ ഉൾപ്പെടുത്താത്തത്. ജസ്റ്റ് ഒലിവർ ക്രോമലും പുത്രനുമാണ് ഏത് കാലഘട്ടത്തിൽ ഭരിച്ചത്? കോമൺവെൽത്ത് കാലഘട്ടത്ത്. അതായത് 1649 മുതൽ 1660 വരെ. സെറ്റ്. ഒലിവർ ക്രോമല് അധികാരത്തിലേറിയപ്പോൾ 1649 രൂപീകരിച്ച പാർലമെന്റാണ് ബെയർബോൺസ് പാർലമെന്റ് അഥവാ ലിറ്റിൽ പാർലമെന്റ് എന്നറിയപ്പെടുക. ആദ്യകാലത്ത് പാർലമെന്റ് അംഗങ്ങളോട് സഹകരിച്ചുള്ള ഭരണമാണ് ഇദ്ദേഹം നടത്തിയതെങ്കിലും ജനഹിതമായ ഭരണമാണ് നടത്തിയതെങ്കിലും പതിയെ പാർലമെന്റിന്റെ നിയന്ത്രണം ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സ്വേച്ഛാധിപത്യ സൈനിക ഭരണത്തിലേക്ക് ചുവടുമാറ്റി. തുടർന്ന് പാർലമെന്റ് പക്ഷം എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഒലിവർ ക്രോമലിന്റെ അനുയായികൾ മാത്രം ഉൾപ്പെട്ട പുതിയ പാർലമെന്റ് സംഘടിപ്പിച്ചു. ഇതാണ് റംബ് എന്ന പേരിൽ അറിയപ്പെടുക. ഒലിവർ ക്രോമലിന് ശേഷം ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത്, അതായത് ഒലിവർ ക്രോമലിന് അദ്ദേഹത്തിന്റെ മകനായ റിച്ചാർഡിന് ശേഷം 1660 ജനങ്ങൾ എന്താരംഭിച്ചു? രാജഭരണം തിരിച്ചു വരണമെന്ന ആവശ്യപ്രകാരം ചാൾസ് രണ്ടാമൻ അധികാരത്തിൽ വരികയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും പഠിച്ചു വരിക ചാൾസ് രണ്ടാമന്റെ അധികാരത്തെക്കുറിച്ചും അത് കഴിഞ്ഞ് ജനങ്ങൾ രാജഭരണം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ക്രോമലിന്റെ ഭരണത്തിന് ശേഷം ആര് വരിക? ചാൾസ് രണ്ടാമൻ വരിക. ജനങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടോ? ആ ജനങ്ങൾ ആവശ്യപ്പെട്ട രാജാധികാരം ജനങ്ങൾക്ക് ഹിതമായിട്ടാണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം.